എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. നമ്മളുടെ എഫ്കാറ്റ് എയർഫോഴ്സ് കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം വിജ്ഞാപനം വന്നുവെങ്കിലും അതിൻ്റെ ഡേറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 കേഡറായിട്ടാണ് ഈ ഒരു പ്രവേശന പരീക്ഷയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്കൻസി വരുന്നത്. ആദ്യത്തെ കേഡർ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഫ്ലൈയിങ് വിങ് ആണ്. പറക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹമുള്ള ആൾക്കാർക്ക്, ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, ബിടെക് എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ഗ്രാജുവേറ്റ്, അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ വിങ്ങാണ് ഫ്ലൈയിങ് വിങ്. രണ്ടാമത്തെ വിങ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെ ടെക്നിക്കൽ വിങ്ങും, മൂന്നാമത്തെ തസ്തിക നമുക്ക് ഓപ്പണിംഗ് ഉള്ളത് ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെ നോൺ ടെക്നിക്കൽ വിങ്, അക്കൗണ്ട്സ് പോലെയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബർ 10 മുതൽ ഡിസംബർ 9 വരെ ആയിരുന്നു. പക്ഷേ റിവൈസ്ഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നവംബർ 17 മുതൽ ഡിസംബർ 14 വരെയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ വെബ്സൈറ്റ് തന്നെ cdac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് മാറി വെൻഡർ ഈ പ്രാവശ്യം മാറിയത് കൊണ്ട് fcat.edcil.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഒരു പ്രാവശ്യം കൂടിയും ഞാൻ ആ വെൻഡർ ചേഞ്ച് നിങ്ങൾക്ക് പറയുകയാണ്. fcat.edcil.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു വർഷം തൊട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി അതിലുള്ള പോസ്റ്റിനെ കുറിച്ചും വേക്കൻസിയെ കുറിച്ചുമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് PC എന്ന് പറയും, അതായത് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള കമ്മീഷനിങ്ങും. രണ്ടാമത്തത് SSC അല്ലെ, ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്നും പറയുന്നു. ഇതില് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 10 വർഷമാണ് നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള ജോബ് ആവശ്യപ്പെടുന്നത്. ആ ഒരു സർവീസ് 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 4 വർഷത്തേക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധ്യമാണ്. അപ്പൊ മൊത്തം എത്രയായി? 14 വർഷമായി അല്ലെ. ഇനി 14 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. നമുക്കപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അവർ ഗോ ത്രൂ ചെയ്യും. നമ്മളുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സർവീസ് റിപ്പോർട്ടാണ്, നമ്മളെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. അത് ക്ലിയർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ NOC ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PC അഥവാ പെർമനന്റ് കമ്മീഷനിലേക്ക് പോകാനായിട്ട് സാധ്യമാണ്. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ഫ്ലൈയിങ് വിങ് ആണ്. നമുക്കറിയാം ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും കുഞ്ഞു കുട്ടിയാവുമ്പോൾ തന്നെ ഒരു ആഗ്രഹമാണ്, എനിക്ക് എയറോപ്ലെയിനിൽ പറക്കണം, പൈലറ്റ് ആവണം എന്നൊക്കെ. കൊച്ചു കുട്ടിയാവുമ്പോൾ ആകാശത്ത് എയറോപ്ലെയിൻ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട് അല്ലേ. അപ്പൊ ഈ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് നമ്മൾ പറയുന്നത്. SSC മെന്നിന് 34, അതുപോലെ SSC വുമൺ എന്ന് പറയുന്നത് 4 സീറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തേലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ എന്ന് പറയുന്ന വിങ്ങിലേക്ക് പോവുകയാണ്. ഇതിൽ നമ്മൾ ഏജ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2 ജനുവരി 2001 തൊട്ട് 1 ജനുവരി 2007 വരെയുള്ള കാലഘട്ടത്തിലുള്ള ജനിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് നമുക്ക് ഈ പറയുന്ന കമ്മീഷനിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും. ഇതില് മെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AEL എന്ന് പറയുന്നത് 3 വേക്കൻസിയും, അതുപോലെ AEM എന്ന് പറയുന്നത് നമുക്ക് 9 വേക്കൻസിയാണ് വരുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ ഇതുപോലെ തന്നെ 2 വേക്കൻസിയും 3 വീതമാണ് വരുന്നത്. പെർമനന്റ് കമ്മീഷൻ അല്ലാതെ SSCയിലാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് ആൺകുട്ടികൾ 100 പേരുടെ വേക്കൻസി വരുന്നുണ്ട്. AELല്, അതുപോലെ AEMല് 38 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മെന്നിലെ SSCയിലെ ടോട്ടൽ വേക്കൻസി എത്രയാ എന്ന ചോദ്യത്തിന് 138 ആണ്. അത് തന്നെ വുമൺ ആണെങ്കിൽ 23-9 ആണ് വരുന്നത്. അതായത്
32 വേക്കൻസിയാണ് വുമണിന് വരുന്നത്. അടുത്തത് നമ്മൾ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണ്. അപ്പൊ ഇവിടെയും ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമാന്തരമായിട്ടുള്ള കാര്യമാണ്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നോട്ട് 2 2 ജനുവരി 2001 മുതൽ നോട്ട് 1 ജനുവരി 2007 വരെയാണ്. ഇവിടെയുള്ള വേക്കൻസി നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന വിഭാഗം നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്പർ 1 ലോജിസ്റ്റിക്സ് ആണ്. അതിനെ നമ്മൾ LGS എന്നാണ് പറയാ. നമുക്ക് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 4 അല്ല 6 ആണ് കേട്ടോ. 6 വേക്കൻസിയിൽ ഒന്നാമത്തെ വരുന്നത് വെപ്പൺ ആണ്. വെപ്പൺ എന്ന് പറയുന്നതിൽ നമുക്ക് മെന്നിന് 21ഉം വുമണിന് 5 വേക്കൻസിയാണ് ഉള്ളത്. രണ്ടാമത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് മെന്നിന് 48ഉം വുമണിന് 12 വേക്കൻസിയാണ് വരുന്നത്. മൂന്നാമത്തെയാണ് ലോജിസ്റ്റിക്സ്. അതിനെ നമ്മൾ LGS എന്നാണ് പറയാ. മെന്നിന് 9 വേക്കൻസിയും വുമണിന് 2 വേക്കൻസിയാണ് ഉള്ളത്. അടുത്തത് EDN അഥവാ എഡ്യൂക്കേഷൻ ആണ്. ആൺകുട്ടികൾ 2 പേരും അതുപോലെ പെൺകുട്ടികൾ 2 പേർക്കുമാണ് വേക്കൻസി നിലവിലുള്ളത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് MET എന്ന് പറയും, മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൺകുട്ടികൾ ഒരാൾക്കും വുമൺ 2 പേർക്കുമാണ് വേക്കൻസി വരുന്നത്. ഇതല്ലാതെ നമുക്ക് ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ട് NCCയുടെ. അത് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: 10% സീറ്റ്സ് ഔട്ട് ഓഫ് CDSE വേക്കൻസീസ് ഫോർ പെർമനന്റ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, NCC സ്പെഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ഫ്ലൈയിങ്ങിലേക്കാണ്. ഫ്ലൈയിങ്ങിലേക്കുള്ള എൻട്രിക്കൊക്കെ നമ്മൾ ഏജ് പറയുന്നത് 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് പറയുന്നത്. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് CPL ഉണ്ട് എന്ന് വിചാരിക്കാം, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ട്, DGCA അപ്രൂവൽ ഉണ്ട്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അതുണ്ടെങ്കിൽ 26 വയസ്സ് വരെ നമുക്ക് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അതായത് മുൻപ് പറഞ്ഞ പോലെ 2 ജനുവരി 2001 മുതൽ 1 ജനുവരി 2007 വരെയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. അതായത് നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ് നിങ്ങൾ മാരേജ് അലൗഡ് അല്ല. അത് ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫീസ് റീഇംബേഴ്സ്മെന്റ് അങ്ങനെയുള്ള കുറെ നിയമ നടപടിയിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ട് വരും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിനെ കുറിച്ചാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിൽ നമ്മളൊരു +2 യോഗ്യത എന്ന് പറയുന്നത് മാത്സിലും ഫിസിക്സിലും +2-ല് 50% മാർക്ക് വേണം. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് വിഭാഗക്കാർക്ക് മാത്രമാണ് ഫ്ലൈയിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പൈലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫ്ലൈയിങ് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് നിർബന്ധമായിട്ടും എടുത്ത് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ, അതായത് ഇപ്പൊ 4 കൊല്ലത്തെ ഒരു BSc എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നതിനായിട്ട് മുമ്പുള്ള കുട്ടികൾ, അതായത് 3 ഇയർ ഡിഗ്രി പഠിച്ച ആൾക്കാർക്ക് 60% മാർക്ക് വേണം. അല്ലെങ്കിൽ BTech 4 വർഷം പഠിച്ച വിദ്യാർത്ഥികൾക്ക് 60% മാർക്കിൽ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഫ്ലൈയിങ്ങിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ടെക്നിക്കൽ വിഭാഗത്തിലുള്ള ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെയാണ്. ഇതില് നമ്മൾ ടെക്നിക്കൽ വിഭാഗമായത് തന്നെ നമുക്ക് ഇതിനെ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. അത് ബ്രാക്കറ്റിൽ അവർ ഇലക്ട്രോണിക്സ് അഥവാ മെക്കാനിക്കൽ. അപ്പൊ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈസിയും അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിലെ 60% മാർക്ക് അവർക്ക് വേണം. ഇത് പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് 94 എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. അപ്പൊ അഫ്കാറ്റിന്റെ നോട്ടിഫിക്കേഷനിലെ 94 എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് 94 കോഴ്സസ്, അതായത് നമുക്കിപ്പോൾ പറയാമല്ലോ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള 94 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ അത് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇനി മൂന്നാമത്തെ നോക്കാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണ്. +2-ലെ 50% വിജയം ഉണ്ടായാൽ മതി. ഡിഗ്രിയിൽ പക്ഷെ 60% നിർബന്ധമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ വിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. +2 ഡിഗ്രി ആവാം,
അങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഇപ്പോൾ കൊമേഴ്സ് ആയാലൊക്കെ നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സിലേക്കും വരാനായിട്ട് പറ്റും. അതുപോലെ നാലാമത്തെയാണ് അക്കൗണ്ട്സ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് +2, BCom, BBA, അതുപോലെ ഈ CA, CMA, CS, കമ്പനി സെക്രട്ടറി അല്ലെ, CFA അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ BSc ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ ചെയ്ത ആൾക്കാർക്കൊക്കെ അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് യോഗ്യത ഉണ്ട്. ഇനി അഞ്ചാമത്തെ MET എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അല്ലേ, നമ്മളതിനെ മെട്രോളജി എന്നാണ് പറയുന്നത്. സാധാരണ കാലാവസ്ഥ വകുപ്പാണ് മെട്രോളജി എന്ന് നമ്മൾ പറയാം. അതിൽ +2 കഴിഞ്ഞ് 60% മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ട്രിപ്പിൾ ഇ, അതുപോലെ IT, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ മെട്രോളജി വിഭാഗത്തിലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. 2 മണിക്കൂറിന്റെ എക്സാമാണ്. 100 ചോദ്യങ്ങളുണ്ട്. ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്ക്. അപ്പോൾ 100 ചോദ്യം × 3 ടോട്ടൽ എത്രയായി? 300 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു റോങ് ആൻസർ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. സബ്ജക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഇൻ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, അതുപോലെ മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് MAT എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇനി എക്സാം സെന്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 3 എക്സാം സെന്ററാണ്. NDA പോലെ തന്നെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നുള്ള കാര്യമാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജാണ് ഇവിടെ നമുക്ക് ഫ്ലൈയിങ് വിങ്ങിലേക്ക് വരുന്നത്. ഒരു മാസത്തെ സാലറി പറയുന്നത് സ്റ്റാർട്ടിംഗ് സാലറിയാണ് 56,100 മുതൽ 1,77,500 രൂപയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7th പേ കമ്മീഷന്റെ ഭാഗമാണ്. ലെവൽ 10ലാണ് ഇവർ ജോയിൻ ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ഞാൻ അതിന്റെ ഏജ് ലിമിറ്റ് പറയാണ്. ഫ്ലൈയിങ്ങിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 24 വയസ്സ് വരെയും ഗ്രൗണ്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് 20 മുതൽ 26 വയസ്സ് വരെയാണ്. ഇനി വളരെയധികം തമിഴിലൊക്കെ നമ്മൾ പറയും ഏകപ്പെട്ട അലവൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ അവൈലബിൾ ആണ്. അലവൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഫ്ലൈയിങ് അലവൻസ്, 2 ട്രാൻസ്പോർട്ട് അലവൻസ്, 3 ടെക്നിക്കൽ അലവൻസ്, 4 ടെസ്റ്റ് പൈലറ്റ് ആൻഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ അലവൻസ്. ഇനി 5ാമത്തെ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ്. വീണ്ടും എക്സെട്ര എന്ന് എഴുതിയേക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ്. നമ്മളൊക്കെ എന്തോരം റിസ്ക് എടുക്കുന്നുണ്ട്. അതിന് റിസ്കിനും ഹാർഡ്ഷിപ്പിനും ഒരു അലവൻസ് ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലെ. കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇൻഷുറൻസിന്റെ പരിരക്ഷയുണ്ട്. ഇൻഷുറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ AFGIS, എയർഫോഴ്സ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സൊസൈറ്റിയാണ് AFGIS. ഇവർക്ക് 1.25 കോടി രൂപ, അതായത് 1.25 crore അത്രയും എമൗണ്ടിന്റെ ഇൻഷുറൻസ് പരിരക്ഷയാണ് വരുന്നത്. ഇനി നമ്മൾ ആക്ടിവിറ്റി ഈ ഫസ്റ്റ് ഷിഫ്റ്റിൽ വരുന്ന എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതിന്റെ എക്സാം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31, 2026. സമയമുണ്ട് അല്ലെ. ഇപ്പോൾ തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാം. അപ്പൊ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ജനുവരി 31 കാൻഡിഡേറ്റ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് കാലത്ത് 8 മണിയാണ്. ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് കാലത്ത് 9:30. വെരിഫിക്കേഷൻ ഓഫ് അഡ്മിറ്റ് കാർഡ്, ID പ്രൂഫ്, ബയോമെട്രിക്, ഫോട്ടോഗ്രാഫ് ക്യാപ്ചറിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ 9:30 തൊട്ട് 9:45 വരെയാണ്. റീഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ ബൈ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 9:45 തൊട്ട് 10 മണി വരെയാണ്. ഇനി കണ്ടക്ട് ഓഫ് അഫ്കാറ്റ് എക്സാം എന്ന് പറയുന്നത് ജനുവരി 31 കാലത്ത് 10 മണി തൊട്ട് 12 മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കുന്നു. ഇനി നമ്മൾ എക്സാമിന് പഠിക്കേണ്ട വിഷയങ്ങളിലേക്ക് കിടക്കാൻ പോവാണ്. സബ്ജക്ട് ആദ്യത്തെ സബ്ജക്ട് ഇംഗ്ലീഷാണ്. അതിൽ പഠിക്കേണ്ട വിഷയങ്ങൾ കോംപ്രിഹെൻഷൻ, ഡിക്റ്റേറ്റ് ദ എറർ ഇൻ സെന്റൻസ്, സെന്റൻസ് കംപ്ലീഷൻ, ഫില്ലിംഗ് ഓഫ് ദ കറക്റ്റ് വേർഡ്, സിനോണിംസ്, ആന്റോണിംസ്, ദ ക്ലോസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ഗ്യാപ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സെന്റൻസ് റീഅറേഞ്ചിങ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ എ സെന്റൻസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, കോംപ്ലക്സ് ടു സിമ്പിൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്. അടുത്ത ലാസ്റ്റ് വൺ ഹോമോണിംസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ നമുക്ക് സിലബസ് പറയുന്നത്. രണ്ടാമത്തത് ജനറൽ അവയർനെസ് ആണ്.
അതിലെ ഹിസ്റ്ററി, ജോഗ്രഫി, സ്പോർട്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ആർട്ട് ആൻഡ് കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എൻവിറോൺമെന്റ് ആൻഡ് ഇക്കോളജി, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് എക്കോണമി, ബേസിക് സയൻസ് ബേസ്ഡ് നോളേജ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറന്റ് അഫയേഴ്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ. അതുപോലെ തന്നെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. ഡെസിമൽ ഫ്രാക്ഷൻ, ടൈം ആൻഡ് വർക്ക്, ആവറേജ് ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേസസ് അതായത് ട്രെയിൻ, ബോട്ട്, സ്ട്രീം, ഏരിയ ആൻഡ് പെരിമീറ്റർ, പ്രോബബിലിറ്റി, നമ്പർ സിസ്റ്റം ആൻഡ് നമ്പർ സീരീസ്, mixture and alligation rules, square and square root, cube and cube root, HCF and LCM, elementary mensuration, heights and distance, statistics, mean, median and mode, അതുപോലെ exponent and powers. ഇനി ലാസ്റ്റ് വരുന്നത് റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് വരുന്നത്. ഇനി ഓരോ ബ്രാഞ്ചും അതിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ബ്രാഞ്ച് നമുക്കറിയാം ഫ്ലൈയിങ് ബ്രാഞ്ച് ആണ്. അതിൽ 3 ഭാഗങ്ങളാണ്. ഒന്ന് ഹെലികോപ്റ്റർ, 2 ഫൈറ്റർ ജെറ്റ്, 3ാമത്തെ ട്രാൻസ്പോർട്ടാണ്. 2ാമത്തെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലാണ്. അതിൽ മെക്കാനിക്കൽ വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും ഉണ്ട്. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണ്. അതിൽ നമുക്ക് 5 വിഭാഗമാണ് വരുന്നത്. 1 അഡ്മിനിസ്ട്രേഷൻ, 2 ലോജിസ്റ്റിക്സ്, 3 എഡ്യൂക്കേഷൻ, 4 മെട്രോളജി ആൻഡ് 5 അക്കൗണ്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളിതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ അതിലേക്കാണ് കിടക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രജിസ്ട്രേഷനിലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സൈൻ അപ്പ് ആൻഡ് രജിസ്ട്രേഷൻ ആണ്. നിങ്ങളുടെ പേര്, ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഒരു OTP വരും. അതായത് 1 ടൈം പാസ്വേഡ്. അത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കപ്പാച്ച വരും. അപ്പൊ നല്ല രീതിയിൽ ആ കപ്പാച്ച എറർ വരാതെ നോക്കാം. ഐ എഗ്രി എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്. നമ്മുടെ കളർ ഫോട്ടോ വേണം. അപ്പൊ അത് നമ്മൾ നോക്കുന്നത് 100 കിലോബൈറ്റ് മുതൽ 200 KB വരെയുള്ള ഒരു JPEG ഫോർമാറ്റിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കളറായ നല്ലത്. സിഗ്നേച്ചർ 80 മുതൽ 150 KB വരെ. അതും JPEG ആയിരിക്കണം. ഒപ്പിടേണ്ട ഇങ്ക് കറുത്ത മഷിയായിരിക്കണം, ബ്ലാക്ക് ഇങ്ക് ആണ്. അതുപോലെ തമ്പ് ഇംപ്രഷൻ എന്ന് പറയുന്നതും JPEG ആയിരിക്കണം. 50 മുതൽ 100 KB വരെ. നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ സിഗ്നേച്ചർ നമ്മൾ ഇടുമ്പോൾ അത് സേവ് ചെയ്യേണ്ട signature.jpg, photograph.jpg, തമ്പ് impression.jpg എന്നുള്ള രീതിയിലായിരിക്കണം എന്നുള്ളത് നോക്കാം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള പേര്, നമ്മുടെ പേര് ഇപ്പോൾ ശശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി.jpg എന്ന് വരാൻ പാടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു പേയ്മെന്റിനെ കുറിച്ച്. പേയ്മെന്റ് 550 രൂപയാണ്. GST ഉണ്ട് അല്ലെ? GST 18%. സന്തോഷമായില്ലേ? അപ്പൊ അത് മാത്രമല്ല, നമുക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫ്കാറ്റിന്റെ തന്നെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ട്. 9513252077 എന്നുള്ള നമ്പർ. അത് അഫ്കാറ്റിന്റെ രജിസ്റ്റേർഡ് നമ്പറാണ്. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 9513252077. ഇനി ഇമെയിൽ ID ഉണ്ട് afcathelpdesk@edcil.co.in, afcathelpdesk@edcil.co.in. ഇതാണ് അവരുടെ വെബ്സൈറ്റ് ആയിട്ട് പറയുന്നത്. ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടി, സന്തോഷമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം, ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കരമാഷ് കൂടെയുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9188-142-143. ഒരിക്കൽ കൂടി നമ്പർ പറയാണ്, 9188-142-143. അപ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികള് അവര് നിർബന്ധമായിട്ടും ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഒരു പരീക്ഷ എഴുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നല്ല ഒരു ജോലി സാധ്യതയും നല്ല സാലറിയും കിട്ടുന്ന ഈ ഒരു അഫ്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും ഒരു അപ്ഡേറ്റ് ആയിട്ട് കാണുന്നവരെ ബൈ.